നമസ്കാരം പ്രിയപ്പെട്ടവരെ, ചാമക്കാല മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എമ്പുരാൻ സിനിമ ഇറങ്ങാനായിട്ട് ഇനി ആകെ 3 ദിവസമുള്ളൂ. ആ 3 ദിവസത്തിനകത്ത് പിന്നൊരു പടം ഇറങ്ങുന്നത് ബസൂക്ക, നമ്മുടെ മമ്മൂക്കരെ ബസൂക്ക. ഓക്കെ, അതിനിടയിൽ ഇപ്പോൾ ഒരു ഭയങ്കര ഒരു ഭീഷണിയായിട്ട് പുതിയൊരു സിനിമ ഇറങ്ങാൻ പോവാണ്. അതാരാണെന്നും കൂടി അറിയണ്ടേ? നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാവും അതാരാണെന്നുള്ളത്. അതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ AJP ഫിലിം ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് ലാലേട്ടൻ കുറച്ചുകൂടി പേടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ AJP പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ. പക്ഷെ പുള്ളിനെ വനിത തിയേറ്ററിൽ വിലക്കി എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആൾക്ക് എന്തെങ്കിലും ഒരു അവസരം, ഏതെങ്കിലും ഒരു തിയേറ്ററിൽ ഡാൻസ് കളിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ കൊടുക്കും. അപ്പൊ എമ്പുരാന് ഭീഷണിയാവുമോ ഇവരുടെ പുതിയ സിനിമ? ഈ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് ഫിലിം കണ്ടു, ഗംഭീരം. അവരെ കൊണ്ടാവുന്നത് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരുടെ പുതിയ സിനിമ എമ്പുരാന് ഭീഷണിയാവുമോ എന്നാണ് ഇവന്റെ കൂടെ ഇരിക്കുന്ന മറ്റേ ആളുടെ പേര് അറിയില്ല, അവൻ പറയണത്. അതും കൂടി ഒന്ന് കേട്ടോക്ക്. എന്തൊക്കെ പറഞ്ഞാലും ഇവന്മാര് വിഷയം പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ വീഡിയോസ് ഒക്കെ പോണത് മില്യൺ കണക്കിലാണ്. നമ്മളൊക്കെ വെറുതെ ഇരുന്ന് കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ടൊന്നും ഇങ്ങനെയൊക്കെ മണ്ടത്തരം കാണിച്ചാൽ മാത്രമേ വീഡിയോസ് റീച്ച് ആവുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഓരോ സംഭാഷണങ്ങളും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളാണോ ബുദ്ധിമാൻ, ഇവരാണോ ബുദ്ധിമാൻ. അത് കേട്ടോ. ആദ്യം നാവ് വെച്ചിട്ട് സീക്രട്ട് ഏജന്റ് എന്ന് പറയാൻ പഠിക്കൂ. പക്ഷെ എന്തായാലും ഇവരുടെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു വളരെ അധികം സന്തോഷം. എന്തായാലും വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയുള്ളവരൊക്കെ പണിക്കൊന്നും പോവില്ല, അതിനൊക്കെ വേറെ ആളെ നോക്കണം. പുള്ളിയുടെ ഇംഗ്ലീഷ് ദിസ് ഈസ് ലാലേട്ടൻ എമ്പുരാൻ ഫിലിം, മമ്മൂക്ക ഈസ് വെരി ബെസ്റ്റ് ആക്ടർ, ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് പുള്ളിയില്. കളിയാക്കല്ല, കളിയാക്കുന്ന കുറെ ആൾക്കാർ എന്നാണ് ഞാനിത് അവർക്ക് വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ട് കുറെ ആൾക്കാർ അത് കണ്ട് കമന്റിൽ തെറി വിളിച്ചു. അതൊന്നും വിഷയമൊന്നുമല്ല. പക്ഷെ ഇതൊക്കെ കാണിക്കുന്ന കോമാളിത്തരത്തിന് ആൾക്കാരത് കാണുന്നുണ്ട്. ആൾക്കാർക്ക് ഇങ്ങനത്തുള്ള കോമാളിത്തരം കണ്ടാൽ മതി. അപ്പൊ ബാക്കിയുള്ള വീഡിയോ കൂടി ഇവരെ കണ്ടു നോക്കൂ. ഇവരൊക്കെയാണ് രാജാക്കന്മാര്. ഇന്ന് കൊച്ചിയില് ഇവരൊക്കെയാണ് ഭരിക്കുന്നത്. ആറാട്ടണ്ണൻ, അതുപോലെ തന്നെ അലൻ ജോസ് പെരേര, പിന്നെ അവിടെ കൂടുതലുള്ള മറ്റൊരു അതിന്റെ പേര് എനിക്കറിയില്ല. ഇവരൊക്കെയാണ്. ഇവരൊരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടാ, നല്ല ഷോർട്ട് ഫിലിമാ, ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല. അപ്പൊ എന്ത് പറഞ്ഞാലും ലാലേട്ടൻ ഒന്ന് ശ്രദ്ധിക്കുന്നതല്ലാണോ? കാരണം എന്താ വെച്ചാല് ഇവരുടെ ഈ ഫിലിം ഇറങ്ങി കഴിഞ്ഞാൽ ലാലേട്ടൻ ഔട്ടാവുമോ എന്നാണ് ഇവരുടെ ഒരു കമന്റ്സ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ഫിലിമിന്റെ പേര് ഇവർ വെളിപ്പെടുത്തുന്നില്ല. അപ്പൊ ഇവരുടെ സിനിമ റിലീസാവുമ്പോൾ എമ്പുരാൻ പേടിക്കണം. എന്തായാലും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എമ്പുരാന് നല്ലൊരു പ്രമോഷനാണ്. എമ്പുരാനെ കുറിച്ച് എന്തെല്ലാം വീഡിയോസ് ഇറങ്ങുന്നത്. എമ്പുരാൻ പൊട്ടി പണ്ടാരടങ്ങി പോകുന്നു ഒരു വശം, എമ്പുരാനെ കുറിച്ച് ഇറങ്ങാത്ത ട്രോളുകളില്ല. പക്ഷെ ഇതൊക്കെ എമ്പുരാനുള്ള ഒരു പ്രമോഷനാണെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെല്ലാം വിധത്തിലാണ് എമ്പുരാനെ കുറിച്ച് പറയുന്നത്. അതിനിടയിൽ ലാലേട്ടൻ ശബരിമല പോയതും എമ്പുരാനും അതൊക്കെ കൂടി കൂട്ടിയിട്ടുള്ള വേറൊരു ട്രോള്. എന്തുമാത്രം ട്രോളുകളാ ഒരു സിനിമയ്ക്ക് വന്നത്. ഇതുപോലെ ഒരു പ്രൊമോഷൻ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടാ? അതുപോലെ ടിക്കറ്റ് എടുക്കുന്നത്, വേൾഡിൽ ടിക്കറ്റ് എടുക്കുന്നത്, നമ്മുടെ നാട്ടിൽ ടിക്കറ്റ് എടുക്കുന്നത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇതിന്റെ പുറകെയുള്ളത്. എന്തായാലും പൃഥ്വിരാജിന്റെ ബുദ്ധി അതിഗംഭീരം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും പാഠം വൻ വിജയത്തിലെത്തട്ടെ, അത് മാത്രം നമുക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ മമ്മൂക്കരെ ബസൂക്കയും
വൻ വിജയത്തിലേക്ക് എത്തട്ടെ. പിന്നെ ഇവരുടെ ഈ കോമഡി ഇതിൻ്റെ ഇടയിൽ കൂടെ കാണുമ്പോൾ അതിനൊരു സുഖം, അല്ലാതെ ഇപ്പൊ എന്താ പറയാ. അപ്പൊ എല്ലാവർക്കും നാളത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 26-ാം തീയതി രാത്രി മുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 27-ാം തീയതിയാണ് റിലീസ്, രാവിലെ 4 മണിക്കാണെന്ന് തോന്നുന്നു. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലാലേട്ടന്റെ പൊട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞുട്ടാ, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇവന്മാരൊക്കെ പറയണ വാക്ക് കേട്ടിട്ട് പേടിയാവുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നാലും പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറെ എല്ലാവർക്കും അറിയാലോ. ആളുടെ ഒരു വിശ്വാസമാണല്ലോ ഇത്രയും കാശുകാർക്ക് ഇത്രയും വലിയൊരു പടം ചെയ്ത്. പക്ഷെ എന്തെങ്കിലും ഒരു പാളിച്ച വന്നാൽ എന്റെ പൊന്ന് ലാലേട്ടോ പിന്നെ കഴിഞ്ഞിട്ടാ. അപ്പോ ലാലേട്ടനും പൃഥ്വിരാജിനും ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്താണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ ചീത്തറൊക്കെയാണുള്ളത്, എല്ലാവരും വന്ന് വിളിച്ചോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു. അപ്പോ നമ്മുടെ എമ്പുരാനും ബസൂക്കയ്ക്കും നമ്മുടെ വിക്രത്തിന്റെ പടത്തിനും എല്ലാ ആശംസകളും നേരുന്നു. അപ്പൊ എല്ലാവർക്കും റംദാൻ ഈദ് മുബാറക്.